അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തരൂ, എടുക്കൂ, കൊണ്ടുപോവൂ, ഞാൻ എടുക്കട്ടെ, കൊണ്ടുവരൂ തുടങ്ങി സാധാരണ നമ്മുടെ സംസാര ശൈലിയിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ചില പദങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി തരൂ എന്നതിനിക്ക് അഴത്തി എന്ന പദമാണ് ഉപയോഗിക്കാറുള്ളത്. അഴത്തി, ഇതെനിക്ക് തരൂ. അഴത്തിനി ഹാദ, അഴത്തിനി ഹാദ. നിങ്ങളുടെ പേന ഒന്ന് തരാമോ? ലൗ സമഹ്ത് അഴത്തിനി ഗലമക്, ലൗ സമഹ്ത് അഴത്തിനി ഗലമക്. അല്ലെങ്കിൽ മുംകിൻ തഅതീനി ഗലമക്, മുംകിൻ തഅതീനി ഗലമക്. അതുപോലെ നിങ്ങൾ ക്യാഷ് തരൂ, നിങ്ങൾ ക്യാഷ് തരൂ. അഅ്തിനി ഫുലൂസ്, അഅ്തിനി ഫുലൂസ്, നിങ്ങൾ എനിക്ക് ക്യാഷ് തരൂ എന്നാണ് അർത്ഥം. നിങ്ങളുടെ മൊബൈൽ തരൂ, നിങ്ങളുടെ മൊബൈൽ തരൂ. അഅ്തിനി ജവാലക്, അഅ്തിനി ജവാലക്. ഇനി നീ നിർബന്ധമായും അവന് കൊടുക്കണം. അതെങ്ങനെ പറയാം? അൻത ലാസിം തഅതീല, അൻത ലാസിം തഅതീല. നീ അവന് നിർബന്ധമായും കൊടുക്കണം എന്നർത്ഥം. ഇനി കൊണ്ടുവരൂ എന്നതിനൊക്കെ ഉപയോഗിക്കുന്നത് ജിബ് എന്നാണ്. ജിബ്, ജിബിലി ഹാദ, ഇതെനിക്ക് കൊണ്ടുവരൂ. ജിബിലി ഹാദ. അല്ലെങ്കിൽ ജിബിലി മിസിൽ ഹാദ, ഇതുപോലത്തത് എനിക്ക് കൊണ്ടുവരൂ. ജിബിലി മിസിൽ ഹാദ. ജിബിലി സയ്യാറത്തിക്, ജിബിലി സയ്യാറത്തിക്, നിങ്ങളുടെ കാർ എനിക്ക് കൊണ്ടുവരൂ. അല്ലെങ്കിൽ എൻ്റെ കാർ അവിടെ നിന്നും കൊണ്ടുവരൂ. ജിബ് സയ്യാറത്തി മിൻ ഹനാക്ക്, ജിബ് സയ്യാറത്തി മിൻ ഹനാക്ക്. കടയിൽ നിന്നും ജ്യൂസും വെള്ളവും കൊണ്ടുവരൂ. ജിബിലി അസീർ വമാ മിനൽ മഹൽ, ജിബിലി അസീർ മാ മിനൽ മഹൽ. അല്ലെങ്കിൽ മിനൽ ബക്കാല, അല്ലെങ്കിൽ മിനൽ മത്അം. അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരൂ, ഹോട്ടലിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരൂ. ജിബിലി അക്കിൽ മിനൽ മത്അം, ജിബിലി അക്കിൽ മിനൽ മത്അം. നിങ്ങളോട് കൂടെ കൂട്ടുകാരനെയും കൊണ്ടുവരൂ. ജിബ് സ്വദീഖക് മഅക്, ജിബ് സ്വദീഖക് മഅക്. നിങ്ങളോട് കൂടെ നിങ്ങളുടെ കൂട്ടുകാരനെയും കൊണ്ടുവരൂ. ചില സന്ദർഭങ്ങളിൽ തരൂ എന്നതിനിക്ക് ജിബ് എന്നും പറയാറുണ്ട്. ജിബ് ഹാദ, ഇതെനിക്ക് തരൂ എന്നും ഉപയോഗിക്കാറുണ്ട്. എന്നാലും നല്ലത് അഴത്തി എന്ന്, തരൂ എന്നതിനിക്ക് അഴത്തി എന്നും കൊണ്ടുവരൂ എന്നതിനിക്ക് ജിബ് എന്നും ഉപയോഗിക്കുന്നതാണ്. ഇനി കൊണ്ടുപോവൂ എന്നതിനിക്ക് ഷീൽ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. ഷീൽ, ഷീൽ ഹാദ, ഇത് കൊണ്ടുപോകൂ. ഇത് ഇവിടെ നിന്നും എടുക്കൂ, അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നും മാറ്റിവെക്കൂ എന്ന് പറയാലേ ഷീൽ ഹാദ മിൻ ഹിന, ഷീൽ ഹാദ മിൻ ഹിന, ഷീൽ ഹാദ മിൻ ഹിന. ഇത് ഇവിടെ നിന്നും എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് വെക്കൂ എന്നങ്ങനെ പറയാം. ഷീൽ ഹാദ മിൻ ഹിന ഹത്ത മക്കാൻ സാനി, ഷീൽ ഹാദ മിൻ ഹിന ഹത്ത മക്കാൻ സാനി. ഇതിവിടെ നിന്നും എടുത്തിട്ട് അതിനെ വേറൊരു സ്ഥലത്ത് വെക്കൂ എന്നർത്ഥം. അന്ത ഷീൽ സയ്യാറ, അന്ത ഷീൽ സയ്യാറ, നീ കാറ് കൊണ്ടുപോയിക്കോ, നീ വാഹനം കൊണ്ടുപോയിക്കോ എന്നർത്ഥം. ഇത് മുഴുവൻ നീ കൊണ്ടുപോയിക്കോ എന്നങ്ങനെ പറയാം. അന്തശീൽ അഗ്റാൽ കുല്ലു, അന്തശീൽ ഹാദ കുല്ലു, ഇത് മുഴുവൻ നീ എടുത്തോ. അന്തശീൽ ഹാദ കുല്ലു. അതുപോലെ എടുക്കുക എന്നതിൻ്റെ മറ്റൊരു ഉപയോഗമാണ് ഖുദ് എന്നുള്ളത്. ഖുദ്, ഖുദ് ഹാദ, ഇതെടുത്തോ, ഖുദ് എന്ന് പറയും. ഞാൻ ഇതെടുക്കട്ടെ എന്നങ്ങനെ ചോദിക്കാം. ഞാൻ ഇതെടുക്കട്ടെ. അന ആഖുദ് ഹാദ, അന ആഖുദ് ഹാദ, ഞാനിതെടുക്കട്ടെ. അയ്വ നഅം ഖുദ് ഹാദ, അയ്വ നഅം ഖുദ് ഹാദ. അല്ലെങ്കിൽ അയ്വ നഅം ഖുദ് കുല്ലു, അയ്വ നഅം ഖുദ് കുല്ലു. അതായത് നീ എല്ലാം എടുത്തോ എന്നർത്ഥം, നീ മുഴുവനും എടുത്തോ എന്നർത്ഥം. കുല്ലും, ഖുദ് കുല്ലു. നീ എടുത്തോ, അതെങ്ങനെ ചോദിക്കുക? നീ എടുത്തോ. അന്ത ഖദൈത്ത്, അല്ലെങ്കിൽ ഖദൈത്ത്, ഖദൈത്ത് എന്ന് മാത്രം ചോദിച്ചാൽ മതി. ഖദൈത്ത്, നീ എടുത്തോ. നീ എടുത്താൽ എന്നോട് പറയണം.
ഇദാ ഖദൈത് കല്ലംനി, ഇദാ ഖദൈത് കല്ലംനി, നീ എടുത്താൽ എന്നോട് പറയണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ പഠിച്ചത് 4 വാക്കുകളാണ്. അഴത്ത എന്ന് പറഞ്ഞാൽ തരുക എന്ന അർത്ഥത്തിലേക്ക് തരുക എന്ന മീനിങ്ങിൽ അഴത്തോ എന്ന് ഉപയോഗിക്കും. അതുപോലെ കൊണ്ടുവരിക എന്ന മീനിങ്ങിൽ ജിബ് എന്ന് ഉപയോഗിക്കും, ജിബ്. അതുപോലെ കൊണ്ടുപോവുക എന്നതിനേക്ക് ഷീൽ എന്നും, ഖുദ് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്ന മീനിങ്ങും. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. അതൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിക്കുക. അല്ലാഹു യസ്അദുക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.